ഹായ് ഫ്രണ്ട്സ്, സാങ്കേതികവിദ്യ സാധാരണക്കാരിലേക്ക് പകരുന്ന ജെക് ടോക്ക് സീരീസിലേക്ക് സ്വാഗതം. സാധാരണയായി ഹൈ സ്പീഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എയ്റോപ്ലെയിൻ യാത്രയാണ്. എന്നാൽ ഈ എയ്റോപ്ലെയിൻ യാത്രയോട് കിടപിടിക്കാവുന്ന ഒരു ട്രെയിൻ സർവീസാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ദാറ്റ് ഈസ് മാഗ്ലെവ് ട്രെയിൻസ്. മാഗ്ലെവ് ട്രെയിനിൻ്റെ ഫുൾ ഫോം ആൻഡ് ബേസിക് പ്രിൻസിപ്പിളാണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ. മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്നാൽ ഒരു വെഹിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇഫക്റ്റ് മൂലം ഒരു ട്രാക്കിന് മുകളിലൂടെ അതിവേഗം തെന്നിമാറുന്ന പ്രതിഭാസമാണ്. ഈ മാഗ്ലെവ് ട്രെയിനുകൾക്ക് സാധാരണ ട്രെയിനുകളുമായിട്ടുള്ള വ്യത്യാസം എന്നാൽ മാഗ്ലെവ് ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വീലും ട്രാക്കും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നില്ല എന്നതാണ്. വീലും ട്രാക്കും തമ്മിൽ ഏകദേശം 10 മില്ലിമീറ്റർ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സാധാരണ ട്രെയിനുകളിൽ ഉള്ളതുപോലെയുള്ള ഫ്രിക്ഷൻ മൂലമുള്ള തേയ്മാനമോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ബ്രേക്ക് ഡൗണോ അതുമല്ലെങ്കിൽ വൈബ്രേഷണൽ ഇഫക്റ്റ് മൂലമുണ്ടാകുന്ന ഷേക്കിംഗ് പ്രോബ്ലമോ ഇത്തരം ട്രെയിനുകളിൽ വളരെ കുറവാണ്. മാഗ്ലെവ് ട്രെയിനുകളുടെ നോയ്സ് ലെവൽ വളരെ കുറവാണ്. ഇത്തരം ട്രെയിനുകൾ എയ്റോഡൈനാമിക്കലി ഡിസൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ സ്പീഡ് സാധാരണ ട്രെയിനുകളേക്കാൾ വളരെ കൂടുതലാണ്. അതായത് മണിക്കൂറിൽ 500 കിലോമീറ്ററിൽ കൂടുതലായി വേഗത്തിൽ ഓടുന്ന ട്രെയിനുകൾ നിലവിലുണ്ട്. മാഗ്ലെവ് ട്രെയിനുകളുടെ വർക്കിങ്ങിന് ഡീസൽ പോലുള്ള ഫോസിൽ ഫ്യൂവലുകളുടെയും ആവശ്യകതയില്ല. മാഗ്ലെവ് ട്രെയിനുകളെ നമുക്ക് പരിസ്ഥിതിക്ക് അനുകൂലമായ ഒരു യാത്രാ മാർഗമായി കരുതാം. മാഗ്ലെവ് ട്രെയിനിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായ ടോട്ടൽ ഇലക്ട്രിക് പവർ സാധാരണ ഒരു ഇലക്ട്രിക് ട്രെയിൻ റൺ ചെയ്യുന്നതിനേക്കാൾ വളരെ കുറവാണ്. മാഗ്ലെവ് ട്രെയിനുകൾക്ക് സാധാരണ ട്രെയിനുകളെ പോലെ കമ്പാർട്ട്മെൻറ്റുകളെ ട്രാക്കിലൂടെ വലിച്ചുകൊണ്ടു പോകുന്നതിന് ഒരു എൻജിൻ ആവശ്യമില്ല. മാഗ്ലെവ് ട്രെയിനുകൾക്ക് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമതായി ഹൈ ഇലക്ട്രിക് പവറിൻ്റെ ഒരു സോഴ്സ് ആവശ്യമുണ്ട്. രണ്ടാമതായി മെറ്റൽ കോയിൽസ് ട്രെയിൻ ട്രാക്കിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ഗൈഡ് വേയിൽ ഘടിപ്പിച്ചിട്ടുണ്ടാകും. മൂന്നാമതായി ഹൈ പവർ മാഗ്നറ്റ്സ് ട്രെയിനിൻ്റെ ബോട്ടം സൈഡിൽ ഘടിപ്പിച്ചിട്ടുണ്ടാകും. ഇലക്ട്രോ മാഗ്നറ്റിക് പ്രൊപ്പൽഷൻ എന്ന ബേസിക് പ്രിൻസിപ്പിൾ വഴി ഈ മാഗ്ലെവ് ട്രെയിനുകൾ ട്രാക്കിന് മുകളിലൂടെ അതിവേഗം തെന്നി മാറുകയാണ് ചെയ്യുന്നത്. മാഗ്ലെവ് ട്രെയിൻ സർവീസ് ആദ്യമായി തുടങ്ങിയത് ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിൽ ഇന്റർനാഷണൽ എയർപോർട്ടിനെയും റെയിൽവേ സ്റ്റേഷനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള 600 മീറ്റർ പാതയിലൂടെയാണ്. പിന്നീട് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് മനസ്സിലാക്കി പല രാജ്യങ്ങളിലും ഈ മാഗ്ലെവ് ട്രെയിൻസ് ഒരു സ്പീഡി ആൻഡ് സേഫ്റ്റി ഗതാഗത മാർഗമായി വിജയകരമായി ഉപയോഗിച്ചു പോരുന്നു. ഈ മാഗ്ലെവ് ട്രെയിനുകളുടെ ഒരു കുറവെന്ന് പറയുന്നത് ഇതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് വളരെ കൂടുതലാണെന്നുള്ളതാണ്. അതായത് ആദ്യമായി ഒരു ട്രെയിൻ ട്രാക്ക് സെറ്റ് ചെയ്ത് ട്രെയിൻ സർവീസ് തുടങ്ങാൻ ആവശ്യമായ കോസ്റ്റ് വളരെ കൂടുതലാണ്. എന്നാൽ ഒരിക്കൽ നമ്മൾ ട്രാക്ക് സെറ്റ് ചെയ്ത് സർവീസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ട്രെയിൻ സർവീസ് പല രാജ്യങ്ങളിലും വിജയകരമായി ഉപയോഗിച്ചു പോരുന്നു. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മുടെ നാട്ടിലും ഇത്തരം ട്രെയിൻ സർവീസുകൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള പുതിയ അറിവുകളുമായി വീണ്ടും കാണാം. താങ്ക് യു.